ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ രാത്രി ഒരു ഷോപ്പിങ്ങോ ചായ കുടിക്കാൻ പോകുന്നതും എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആളുകൾക്ക് കാലുവേദനയിലായതുകൊണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് GH കയറിയിട്ട് ഒന്ന് തിരക്കുണ്ടോ നോക്കിയിട്ട്, എല്ലാം തിരക്കില്ല നമുക്ക് കാണിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറിയതാണ്. പക്ഷെ നല്ല തിരക്കണേ, അതുകൊണ്ട് ആളൊക്കെ പറഞ്ഞു ഇവിടെ നിന്നാൽ ഇനി നമ്മൾ ഇവിടുന്ന് പോലുണ്ടാവില്ല എന്ന്. നാളെയോ മറ്റന്നാളോ അങ്ങനെ എപ്പോൾ വരാമെന്ന് വിചാരിച്ച് നേരെ ചായ കുടിക്കാൻ പോയി. നമ്മൾ എപ്പോഴും ചായ കുടിക്കുന്നിടത്തല്ല ഇന്ന് പോയത്. നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങിയാലും നമുക്ക് ചായ കൂടി നിർബന്ധമാണ് കേട്ടോ. അതിപ്പോൾ എവിടെയായാലും ഇപ്പോൾ ഒരുട്ടം ചായ കുടിച്ചാൽ പോലും രണ്ടാമത് ഇടം കയറി ചായ കുടിക്കും. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ, പൈസ ഇല്ലെങ്കിൽ ചായ ഒന്നും കുടിക്കില്ല. അങ്ങനെ അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇത് ചില്ലും കൂടി നല്ല പപ്സെല്ലാം ഉണ്ടായിന്. ചായ പറഞ്ഞിട്ടുണ്ടായിന്, ചായ വരുന്നതില്ല. അപ്പോഴത്തേക്ക് പപ്സ് കിട്ടി. ഇത്ര വലിയ പപ്സാന്ന് കേട്ടോ, കുഞ്ഞു പപ്സൊന്നുമില്ല, വലിയ പപ്സ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അധികം വന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വലിയ പപ്സാണ് ഉണ്ടായത്, ഒരു കുഞ്ഞു മുട്ടയും അങ്ങനെ ഒരു പപ്സ് ഉണ്ടായിന്. പിന്നെ അത് രണ്ടാളും കൂടി തിന്നാൻ തന്നെ കുറച്ച് പണി വെട്ടും. അങ്ങനെ അതെല്ലാം തിന്നിട്ട് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോയി. കാരണം മറൈൻ ഡ്രൈവിലെല്ലാം വന്നിട്ട് കുറേ കാലമായി. ഞാൻ കോളേജ് തുറന്നിട്ട് ഇതുവരെ മറൈൻ ഡ്രൈവിൽ വന്നിട്ടില്ല. അല്ലെങ്കിലും വരുന്നത് കുറവാണ്. സുഭാഷ് പാർക്ക് ഉണ്ടായതുകൊണ്ട് അടുത്തേക്ക് തന്നെയാണ് പോകല്. ഇങ്ങോട്ട് വരേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ തന്നെ കുറച്ച് നടക്കണം. അതുകൊണ്ട് മടിയായിട്ട് നമ്മൾ വരലില്ല. പിന്നെ അവിടെ കുറേ സമയം ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ട് ഒരു 8:30 എല്ലാം ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിട്ടാ, നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. പിന്നെ അങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വന്നു. ഞങ്ങൾ രണ്ടാളും തിരിച്ച് വരുമ്പോൾ അജ്നാസിക്കിനെ കണ്ടു. അപ്പോൾ അജ്നാസിക്ക് ഞങ്ങളവിടെ വിടാമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അജ്നാസിക്ക് ഞങ്ങൾക്ക് ലിഫ്റ്റെല്ലാം തന്നിട്ട് നമ്മൾ നേരെ കല്യാൺ സിൽസിൽ ഇറങ്ങിയിട്ടാണ്. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായി. കല്യാൺ സിൽസിൽ വന്നതിൻ്റെ ഉദ്ദേശം വലിയ വലിയ സാധനങ്ങൾ മേടിക്കാനൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിക്കാനാണ്. പക്ഷെ നമ്മൾ എന്ത് സാധനം മേടിക്കുന്നെങ്കിലും ഇവിടെ വന്നിട്ടേ മേടിക്കും. അതങ്ങനെയാണ്. അപ്പോൾ പിന്നെ നേരെ പോയത് നമ്മളെ ലൈസിൻ്റെ സെക്ഷൻസാണ്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഈ ഹൽക്കി ഫൽക്കി എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കേട്ടോ. ഇതിന് 30 രൂപ ഇല്ലൂട്ടോ. അതിന് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ബിങ്കോയിൽ എടുക്കുന്നതിനെക്കാട്ടി എത്രയോ ലാഭമാണ് ഈ സാധനം എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതെടുത്തു. പിന്നെ അവിടെ എന്തെങ്കിലും ഓഫറിനെല്ലാം കിടക്കുന്നുണ്ട്, അതിനതൊന്നും നോക്കിയിട്ട് ഓഫറിൻ്റെ വില ആയിരിക്കും ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സാധനമെല്ലാം മേടിക്കാൻ വന്നിട്ടാകുമ്പോൾ ഞാൻ അളകയോട് പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പി മേടിച്ചാലോ, പക്ഷെ അപ്പം നമുക്ക് പൈസയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം മേടിക്കാനൊന്നും പൈസയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായി മേടിക്കുന്നത്. പക്ഷേ നമ്മൾ ബില്ലെല്ലാം ചെയ്തിട്ട് സാധനമെല്ലാം എടുത്ത് വെച്ചിട്ടാകുമ്പോൾ അതിൽ 3 എന്താ കൊറിയൻ്റെ ന്യൂഡിൽസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് ഇവിടുന്ന് വന്നതിന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇത് ഫ്രീ ആന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നു. അപ്പോൾ നമുക്കത് ഭയങ്കര കാര്യമുണ്ടായി. കാരണം പൈസയൊന്നും കൊടുക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടാകുമ്പോൾ നമുക്ക് 3 മാഗി കിട്ടി. പക്ഷേ ഇന്ന് കിട്ടുമോ നമ്മൾ നോക്കുന്നതിന് മുമ്പേ നമ്മൾ മാഗി മേടിച്ചു. കാരണം എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇപ്പിയല്ല മാഗിയാണ് എടുത്തത്. ഇപ്പി തന്നെ അല്ല എപ്പോഴും തിന്നല്ലോ, അതുകൊണ്ട് ഇന്ന് മാഗി എടുത്തു. പിന്നെ ഒരു സിപ്പി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് മാഗി എടുത്തു. ഒന്നല്ല എടുത്ത് 2 മാഗി എടുത്തു. ഇപ്പിക്ക് 24, ഇതിനൊന്നിന് 12 അങ്ങനെ എന്തോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് 2 എടുത്തു. ഈ ലേസും എടുത്തു. പിന്നെ ഈ 2 മാഗി എടുത്തിട്ട് നേരെ പോയത് വേറെ ഒന്നും മേടിക്കാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ എപ്പോഴും കല്യാണ സിൽസിൽ കയറി ഇങ്ങനെ വെറുതെ നടക്കും. എന്തെങ്കിലും സാധനം ഇങ്ങനെ നോക്കിയിട്ട് വെറുതെ ഒന്നും മേടിക്കാനൊന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കും. അത് നോക്കാം ഇത് നോക്കാം. പിന്നെ പൗഡറെല്ലാം തീർന്നിട്ടുണ്ടായി, പൗഡറെല്ലാം നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ. പിന്നെ കുറേ ഓഫറിൽ സാധനമുണ്ട് കേട്ടോ. ഇതെന്തോ സ്പ്രേ ആണ്. എത്രയോ പൈസ, അതിൻ്റെ 50%-ത്തിനാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇത് മാത്രമല്ല കുറേ സ്പ്രേ ഉണ്ട് കേട്ടോ. വേറെ സ്പ്രേയും സാധനങ്ങളിലൂടെ ഇപ്പം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ അലക്കുന്ന സോപ്പും അതല്ലാന്ന് എനിക്കൊന്നുമല്ല, അളകൊക്കെ നോക്കിയത്. പിന്നെ ഈ കുപ്പിയുണ്ട്, ഈ കുപ്പിക്ക് എത്ര ഉണ്ടാവും ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഈ കുപ്പി നല്ല രസമാണ് കാണാനല്ല, പക്ഷേ ഇത്രയും വലിയ കുപ്പീൻ്റെ പൈസക്കുള്ള കുപ്പിയിൽ എന്തിനാണ് വെറുതെ മേടിക്കുന്നത്? വെള്ളം കുടിക്കാനല്ലേ. ആളൊക്കെ വെറുതെ നോക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പൈസ നോക്കി 529 റുപ്യ കുപ്പി. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ അത്രയും വലിയ പൈസേൻ്റെ കുപ്പിയിലൊന്നും വെള്ളം കുടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളതവിടെ വെച്ചിട്ട് നേരെ സോപ്പിൻ്റെ സർപ്പിൻ്റെ അടുത്തെല്ലാം പോയിട്ട് നോക്കിയതില്ല, ഒന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഈ നൂഡിൽസ് അല്ലേ, ഇത് ഓഫറിന് വെച്ചിട്ടുണ്ടായതാണ്. കഴിഞ്ഞതിന് നമ്മൾ പറഞ്ഞിട്ടില്ലേ നമുക്ക് ഫ്രീ ആയിട്ട് ഇത് നൂഡിൽസ് കിട്ടിയിട്ടുണ്ടായിനെന്ന്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടാണ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ബില്ലിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോഴാണ് നമുക്ക് കിട്ടിയത്. പിന്നെ പച്ചക്കറി അല്ല കേസ്, പഴം നോക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റ് പഴം നോക്കാൻ പോയതാണ്. പക്ഷെ പച്ചയില്ല, പക്ഷെ മഞ്ഞ റോബസ്റ്റ് പഴമുണ്ട്, പക്ഷെ നമുക്കത് വേണ്ട. പിന്നെ നമ്മൾ ബില്ലിൻ്റെ അടുത്തെല്ലാം പോയിട്ട് ഒരു പോപ്പിൻസ് എടുത്ത് ഇനി 2 റുപ്യാന്നാണ് അതിന് എഴുതി വെച്ചിട്ടുണ്ടായത്. പക്ഷേ നമുക്ക് ബില്ല് വരുമ്പോൾ എത്രയാണെന്ന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് ആ പോപ്പിൻസ് അവിടെ തന്നെ വെച്ച് പിന്നെ ബില്ലെല്ലാം കൊടുത്തിട്ട് ആകെ ആയത് 60 റുപ്യേൻ്റെ ഷോപ്പിംഗാണ് കേസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ താലേക്ക് വരുമ്പോൾ കല്യാൺ സിൽസിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ടോപ്പെല്ലാം നോക്കാമെന്ന് വിചാരിച്ചു, വെറുതെ നോക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നല്ല ടോപ്പെല്ലാം ഉണ്ടായി. നമ്മൾ ഇവിടുന്ന് അധികം ഡ്രസ്സൊന്നും മേടിക്കില്ല എന്നതാണ് സത്യം. പക്ഷെ നോക്കലുണ്ട് കേട്ടോ, ഡ്രസ്സെല്ലാം നോക്കലുണ്ട്, എപ്പോഴെങ്കിലും മേടിക്കുമായിരിക്കും. അങ്ങനെ
നമ്മൾ മെറ്റീരിയൽ എടുക്കും കേട്ടോ ഇടുന്നത്, മെറ്റീരിയൽ എടുക്കും, പക്ഷേ ഇങ്ങനെ ചുരിദാറും ടോപ്പൊന്നും എടുക്കില്ല. അപ്പോൾ നല്ല കുപ്പായം ഉണ്ടായി. ഇത് നോക്കി വലിയ മങ്ങല, അത് പൊങ്ങുന്ന കൂടിയില്ല കുപ്പായം, വെറുതെ നോക്കി. പിന്നെ ഇത് കണ്ട കല്യാൺ സിൽക്സിൽ നിന്ന് ഇറങ്ങിയിട്ടാകുമ്പോൾ അതിന് മുമ്പിൽ തന്നെ ഒരു ബാഗിൻ്റെ ഷോപ്പ് ഉണ്ട്, വലിയ വലിയ ബ്രാൻഡിൻ്റെ എല്ലാം ബാഗിൻ്റെ ഷോപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ പുറത്തുനിന്ന് വെറുതെ ഇങ്ങനെ നോക്കും, ആഹാ നല്ല ബാഗല്ലേ. അവൾക്ക് ഭയങ്കര ബാഗിനോടല്ലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓളിങ്ങനെ നോക്കി നിൽക്കും. അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ കല്യാൺ സിൽക്സിൽ നിന്ന് പൊറോട്ട മേടിക്കാനാണ് പോയത്. കാരണം ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടായതുകൊണ്ട് പൊറോട്ട മേടിച്ച് 2 പൊറോട്ട മേടിച്ച് അതിൻ്റെ പുറത്ത് തിന്നാൽ. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് അളകക്ക് ഞാൻ പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിട്ട് കാണിച്ചിട്ട്, അതുകൊണ്ട് ഇവിടുന്ന് അതിൻ്റെ വേദനയെല്ലാം മരുന്ന് കിട്ടുമെന്ന് വെച്ചിട്ട് അവിടെ പോയിട്ട് വേദനേൻ്റെ മരുന്ന് മേടിച്ച് നേരെ ഹോസ്റ്റലിൽ കിടക്കുന്നതാണ് കേസ്. പിന്നെ നമ്മൾ ഈ മറ്റേ ക്യാരി ബാഗൊന്നും മേടിച്ചിട്ടുണ്ടായിട്ട്, കാരണം ക്യാരി ബാഗിന് തന്നെ 10 രൂപ വരും. അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിച്ചിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് നടന്നു. പിന്നെ നമ്മളെ മെൻസ് ഹോസ്റ്റലിൽ ഷൂട്ടിങ്ങെല്ലാം നടക്കുന്നുണ്ട്, ഒരു സിനിമേൻ്റെ ഗണപതിയും സാഗറും അങ്ങനെ അവരെല്ലാം ഇല്ല ഒരു സിനിമ നടക്കുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിലേക്ക് കയറുമ്പോൾ നമ്മൾ ഹോസ്റ്റലിലത്തെ പിള്ളേരെല്ലാം കണ്ട് നേരെ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തി കുളിച്ചിട്ട് തിന്നാനിരിക്കുമ്പോൾ, അതായത് നമ്മൾ ചിക്കനിലെടുക്കാൻ പോകുമ്പോൾ, ചിക്കൻ നമ്മളെ ഫ്രണ്ട് വേറെ റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഓളെടുക്കുമ്പോൾ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായി. ഞങ്ങൾ പുറത്തായതുകൊണ്ട് അതെടുക്കാൻ പോകുന്നതാണ് അപ്പുറത്തെ റൂമിലേക്ക്. അപ്പോൾ അതേങ്ങനെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, എത്രയോ സമയം കറണ്ട് ഉണ്ടായില്ല, ഒരു മണിക്കൂർ എങ്ങാനും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, വന്നിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അപ്പുറത്തെ റൂമിൽ പോയിട്ട് നമ്മളെ ചിക്കൻ അവരെടുത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ എല്ലിൻ്റെ പീസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് എല്ലിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇറച്ചീനെ കാട്ടി എല്ലിൻ്റെ പീസ് ഉണ്ടെങ്കിൽ സൂപ്പർ വൈബ്. അങ്ങനെതാ കണ്ണൊന്നും കാണില്ല. പിന്നെ ചിക്കനെല്ലാം എടുത്തിട്ട് റൂമിൽ വന്നിട്ട് തിന്നാൻ വിചാരിക്കുമ്പോൾ കറണ്ട് വന്നിട്ട് തിന്നാന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പക്ഷേ കറണ്ട് വരുന്നവരെ നിന്നാൽ പിന്നെ അത് പഴിച്ചിട്ട് ചാവും. പിന്നെ അളക വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട് അതിനെ താഴെ. ഞാൻ ചിക്കൻ എടുക്കാൻ പോയ സമയത്ത് ഓൾ താഴെ പോയിട്ട് വെള്ളം എടുക്കാൻ പോയിട്ടാണ്. കാരണം നമുക്ക് താഴേക്ക് പോകുമ്പോൾ മുകളിലേക്ക് കയറുന്നത് ഭയങ്കര പാടായതുകൊണ്ട് കുറേ കുപ്പി എടുത്തിട്ടായിരിക്കും താഴേക്ക് പോകുക, വെള്ളം എടുക്കാൻ പോവുക. അതൊരു സമയമല്ലേ പോകുക, നിങ്ങൾക്ക് ഒരു സമയത്തെല്ലാം കുപ്പിയെല്ലാം എടുത്തിട്ട് പോയിട്ട് വെള്ളം എടുക്കും, അല്ലെങ്കിൽ നേരത്തെ രാവിലെയെല്ലാം എടുത്ത് വെക്കും. ഇന്ന് വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല, തീർന്നിട്ടുണ്ടായി നല്ലോണം. ഫുൾ കുപ്പി ഇപ്പോൾ തീരിപ്പോൾ ഭയങ്കര ചൂട് പോലെയുണ്ട്, മഴയൊന്നും ഇല്ല ഇപ്പോൾ, മഴയെല്ലാം കുറവാണ് കേട്ടോ. പിന്നെ ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം മറ്റേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമില്ലേ, ഈ ഗ്ലാസ്സിൽ മഞ്ഞപ്പൊടിയെല്ലാം ഇട്ടിട്ട്, അപ്പോൾ നമ്മളവിടെ ഈ ഒരു ടൈപ്പ് കുപ്പി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നിർത്തിയിട്ട് എൻ്റെ മുകളിൽ വെച്ചിട്ട് നോക്കിയാലോ, നല്ല രസം ഉണ്ടായിട്ടോ. പക്ഷേ മഞ്ഞപ്പൊടിയൊന്നും ഇടാനുണ്ടായിട്ടില്ല കേട്ടോ, മഞ്ഞപ്പൊടിയൊന്നും ഈ റൂമിലില്ല. അതുകൊണ്ട് ആ കുപ്പിയെല്ലാം എടുത്തിട്ട് പൊറോട്ട മേടിച്ചിട്ടുണ്ടായിട്ടാ. പൊറോട്ട നല്ല ചൂട് പൊറോട്ടയാണ് ഉണ്ടായത്. ചൂട് പൊറോട്ടയോട് കൂടി തിന്നാന്ന് വിചാരിച്ചു. കുറേ സമയം നമുക്ക് കറണ്ട് വരുന്നവരെ നിന്നു കേട്ടോ, പൊറോട്ട മേടിച്ചിട്ട് വെച്ചിട്ട് എന്നിട്ട് കറണ്ട് വന്നിട്ട് തിന്നാൽ. അപ്പോഴത്തേക്ക് ഇപ്പോൾ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞു. ഫസ്റ്റിൽ നല്ല ചൂടുണ്ടായിന്, ചൂടോടെ. പിന്നെ കറിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, കറി എന്തോ മഞ്ഞക്കറി എന്തോ പുളിശ്ശേരിയ, അതൊന്നും പൊറോട്ടേൻ്റെ ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈ മാത്രം എടുത്തിട്ട്, നമ്മൾ കറിയൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. അപ്പോൾ ചിക്കൻ ഫ്രൈയും പൊറോട്ടയാണ് നമുക്കിന്ന്. കുറേ നാൾ ശേഷമാണ് ഹോസ്റ്റലിൽ ചിക്കൻ ഫ്രൈ കിട്ടുന്നത്. ചിക്കൻ കറിയും ഇനി മുതൽ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കഥ. അപ്പോൾ കുറേ ദിവസമായിട്ട് ചിക്കൻ കറി ഇല്ലാത്ത ഇന്ന് ചിക്കൻ കറി ഉണ്ടായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇനി മുതൽ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ചിക്കൻ കിട്ടുക. തിങ്കളാഴ്ച ഫ്രൈയും വ്യാഴാഴ്ച ചിക്കൻ കറിയുമാണ് കിട്ടൽ. അപ്പോൾ അന്ന് രാവിലെ ചപ്പാത്തിയിലുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ കറി വൈകുന്നേരം തിന്നാൻ വേണ്ടിയിട്ട് രാവിലെ എടുത്ത് വെക്കും, ചപ്പാത്തിയെല്ലാം ബാക്കിയുണ്ടെങ്കിൽ. പക്ഷേ ഇന്ന് ചപ്പാത്തിയൊന്നും ഉണ്ടായിട്ടില്ല, ബാക്കി എല്ലാവരും എടുത്തിട്ട് പോയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ കറണ്ട് വരുന്നവർ വെയിറ്റ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല, നേരെ തിന്നാൻ നിന്നു. പിന്നെ വേറൊരു കറി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മളെ മെയിനായിട്ടുള്ള അച്ചാറാണ് നാരങ്ങ. കുറേ ആയി അച്ചാർ മേടിച്ചിട്ട്, കുറേ വലിയ കുപ്പിയാണ്, അതുകൊണ്ട് തീർന്നിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അച്ചാറും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും തിന്നുന്നത്. കറണ്ട് എവിടെ പോയി, ഇങ്ങനെ കറണ്ട് ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഹോസ്റ്റലിൽ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അധിക സമയം കറണ്ട് പോയിട്ടുണ്ടായത്. നമ്മൾ ഇത്ര സമയം വെയിറ്റ് ആക്കി തരാം, ഇനി വെയിറ്റ് ആക്കി എന്നാൽ നമ്മൾ ചാവും പൈച്ചിട്ട്. പിന്നെ അത് നോക്കിയിട്ട് പിന്നെ അളക പറഞ്ഞു നമുക്ക് സിനിമ കണ്ടുകൊണ്ട് തിന്നാം. അങ്ങനെ നമ്മൾ സിനിമയെല്ലാം വെച്ചിട്ട് കാണാമെന്നാണ് വിചാരിച്ചത്. നമ്മളെ ഈ മാളൂട്ടി സിനിമയില്ലേ, മാളൂട്ടി സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അളകൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് യൂട്യൂബിൽ പോയി കാണലുണ്ട് കേട്ടോ, മാളൂട്ടി. പിന്നെ ഈ ജയറാമിൻ്റെ ആ കുഞ്ഞിൻ്റെ വേറെ കുറേ സിനിമയില്ല, അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിൽ നിന്ന് കാണും കേട്ടോ, നല്ലതാണ്. അങ്ങനെ ടേസ്റ്റ് ചെയ്യാണ് നമ്മൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. ആഹാ സൂപ്പർ ടേസ്റ്റ്. പിന്നെ ഒരു ചാറ് കറിയുടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. പിന്നെ നമ്മൾ സിനിമയെല്ലാം കണ്ട് ഫുഡെല്ലാം കഴിച്ച് പിന്നെ കിടന്നുറങ്ങിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.